ഹരേ കൃഷ്ണ. സുന്ദരകാന്ഡത്തിലെ മാർഗവിഘ്നം അവസാന ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ലങ്കാനഗരം സ്വർണമയമായ ഇന്ദ്രപുരിക്ക് സമാനമായി ദക്ഷിണ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് വിളങ്ങുന്നത് വായുപുത്രൻ കണ്ടുവെന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. കമലമകൾ ചരിതമറിവതിന്നു ചെന്നൻപോടും കണ്ടിതു ലങ്കാനഗരം നിരുപമം. കനകവിരചിതം മതിൽ കിടങ്ങും പലതരം കണ്ടുകളപ്പാൻ പണിയെന്നു മാനസേ. പരവശതയോട് ചടുതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. സീതാവൃത്താന്തമറിയാൻ ലങ്കയിൽ ചെന്ന ഹനുമാൻ ലങ്കയുടെ മനോഹാരിതയും വിശാലതയും കണ്ടു ആശ്ചര്യപ്പെട്ടു. നിർമ്മിതമായ കൊട്ടാരത്തിൽ പലതരം കിടങ്ങുകളും മറ്റും ഉള്ളതുകൊണ്ട് അകത്ത് കടക്കാൻ വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കി. അതിനുള്ള പല വഴികളും ചിന്തിച്ചു ഹനുമാൻ ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ചു. നിശിതമസ്തി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജരവൈരിപുരം ഗമിച്ചിടിനാൻ. രാത്രിയിലെ ഇരുട്ടിൽ ഹനുമാൻ തൻ്റെ രൂപം ചെറുതാക്കിക്കൊണ്ട് ആളുകളില്ലാത്ത സ്ഥലത്തു കൂടി ലങ്കയിൽ പ്രവേശിക്കാമെന്ന് വിചാരിച്ചു. മനസ്സിൽ ശ്രീരാമനാമം ഉരുവിട്ടുകൊണ്ട് രാക്ഷസ രാജധാനി ലക്ഷ്യമാക്കി ഹനുമാൻ നടന്നു. പ്രകൃതി ചപലനും അധിക ചപലം അചലം മകൾ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചു അവനിമകൾ അടിമലരുവകതളിലോർത്തുകൊണ്ടു അഞ്ജനാനന്ദരൻ അജ്ഞസാ നിർഭയം. സാധാരണ ഒരു വാനരനെ പോലെ ഹനുമാൻ ആ വലിയ കോട്ടയിലേക്ക് സീതാദേവിയുടെ തൃപ്പാദങ്ങൾ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ യാതൊരു ഭയവുമില്ലാതെ ഒളിച്ചു കടക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ഇവിടെ മാർഗതടസ്സം പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ഭാഗത്ത് ലങ്കാലക്ഷ്മി മോക്ഷമാണ്. ഹരേ കൃഷ്ണ. ഓം ശ്രീരാമചന്ദ്രായ നമഃ.